നാളെ ഫൈനലാണ്. T20 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക. ഓർമ്മയിലെ 2007 പ്രഥമ T20 വേൾഡ് കപ്പ് സൗത്ത് ആഫ്രിക്കയിൽ നടന്ന കാഴ്ച ആരും മറക്കില്ല. അന്ന് മഹേന്ദ്ര സിംഗ് ധോണി നയിച്ച ഇന്ത്യൻ സംഘം, നമുക്കൊന്ന് ഇർഫാൻ പത്താൻ എന്ന മാൻ ഓഫ് ദ മാച്ച് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ബ്രദർ യൂസഫ് പത്താനുണ്ട്, നമ്മുടെ സ്വന്തം ശ്രീശാന്തുണ്ട്, ഹർഭജൻ സിംഗ് ഉണ്ട്, യുവരാജ് സിംഗ്. ആ ലോകകപ്പിലാണ് സ്റ്റുവർട്ട് ബ്രോഡിനെ തുടർച്ചയായിട്ട് 6 പന്തും സിക്സറുകളിലേക്ക് മാറ്റിയ ആ മാജിക് ഇന്നിങ്സ് ഒക്കെ അദ്ദേഹം കളിച്ചത്. ആ വേൾഡ് കപ്പിൽ ഇന്ത്യ കിരീടം സ്വന്തമാക്കിയ മുഹൂർത്തം ഇപ്പോഴും ക്രിക്കറ്റ് പ്രേമികളുടെ മനസ്സിലുണ്ട്. അതിനുശേഷം കുറേ T20 വേൾഡ് കപ്പുകൾ നടന്നു, നമ്മൾ സെമി കളിച്ചു, ഇങ്ങനെ പുറത്താവുന്ന ഒരു കാഴ്ച കണ്ടു. ഏറ്റവും ഒടുവിൽ ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അഹമ്മദാബാദിലെ നരേന്ദ്ര മോദി സ്റ്റേഡിയത്തിൽ അന്ന് അവിടെ പോയിരുന്നു ആ മത്സരം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. എല്ലാ കളികളും ജയിച്ച് വളരെ കരുത്തരായി കളിച്ച ഇന്ത്യയാണ്. പക്ഷേ അവസാനത്തിൽ ട്രാവിസ് ഹെഡിൻ്റെ ആ ഇന്നിങ്സ് ഒന്നും അതായത് ശരിക്കും കാണാൻ പോലും പറ്റിയില്ല. കാരണം അത്രമാത്രം വേദന തോന്നി. ഒരു കപ്പിലേക്ക് നമ്മൾ അടുക്കുന്ന ദൂരത്തിൽ നിന്നും വളരെ പെട്ടെന്ന് നമ്മളങ്ങ് പുറത്താവുന്ന ഒരു കാഴ്ച. എന്തായാലും ആ ഫൈനൽ കഴിഞ്ഞിട്ട് അധികമായിട്ടില്ല. ഇതാ നാളെ മറ്റൊരു ഫൈനലാണ്. നായകൻ രോഹിത് ശർമ്മ തന്നെയാണ്. വിരാട് കോഹ്ലി ഉൾപ്പെടെ ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ കളിച്ച സംഘത്തിലെ പലരും, ബുംറ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. ഏതായാലും ഇത്തവണയും നമ്മൾ ഒരു കളിയും തോൽക്കാതെയാണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന T20 വേൾഡ് കപ്പിൻ്റെ കലാശ കളിക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. സൗത്ത് ആഫ്രിക്കയും അങ്ങനെ തന്നെയാണ്, ഒരു കളിയും തോൽക്കാത്തവരാണ്. അവർക്കൊരു ടാഗ് നമ്മൾ കൊടുത്തിരുന്നു, അൺലക്കി ടീം എന്നുള്ളത്. എന്തായാലും ആ അൺലക്കിനെസ് അല്ലെങ്കിൽ നിർഭാഗ്യം എന്ന് പറയുന്നത് അവർ അഫ്ഗാനിസ്ഥാനെതിരായ സെമിയിൽ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ എളുപ്പത്തിൽ ജയിച്ച് ഫൈനൽ കളിച്ച ഒരു ടീമാണ്. ചോദ്യം ഇതാണ്, നാളെ ആരടിക്കും? ഇന്ത്യ അടിച്ചാൽ T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് 2ാം തവണയാണ്. സൗത്ത് ആഫ്രിക്ക അടിച്ചാൽ സൗത്ത് ആഫ്രിക്കക്ക് ആദ്യ തവണയാണ്. നോക്കൂ, ടീമുകളെ ഒന്ന് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും ഏറെക്കുറെ ബലാബലമാണ്. ബൗളിംഗ് ആണ് രണ്ട് ടീമുകളെയും ഈ ലോകകപ്പിൽ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മൾ കണ്ട സെമി, അതായത് ഇംഗ്ലണ്ട് എന്ന നിലവിലെ ചാമ്പ്യന്മാർ, അവരെ വളരെ പെട്ടെന്ന് പുറത്താക്കാൻ ഇന്ത്യയെ സഹായിച്ചത് നമ്മുടെ ബൗളേഴ്സാണ്, പ്രത്യേകിച്ച് സ്പിന്നേഴ്സാണ്. അക്സർ പട്ടേൽ 4 വിക്കറ്റ് എടുക്കുന്നു, കുൽദീപ് യാദവ് 3 വിക്കറ്റ് എടുക്കുന്നു, രവീന്ദ്ര ജഡേജ മനോഹരമായി പന്തെറിയുന്നു. അപ്പോൾ വിൻഡീസ് ട്രാക്കുകളുടെ പ്രത്യേകത, നമ്മൾ ചെറിയ ഒരു സ്കോർ 171 റൺസാണ് നമ്മൾ ഇംഗ്ലണ്ടിനെതിരെ നേടിയത്. ആ റൺസ് നേടിയതിന് ശേഷം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുണ്ട്, ഇത് ധാരാളം എന്ന്. അപ്പോൾ ആ ധാരാളം എന്ന് അദ്ദേഹം പറയാനൊരു കാരണം അദ്ദേഹത്തിൻ്റെ ബൗളേഴ്സിൽ അദ്ദേഹത്തിന് വലിയ വിശ്വാസമുള്ളത് കൊണ്ടാണ്. ആ വിശ്വാസം കാത്തവരാണ് ബുംറ ഉൾപ്പെടെ മറ്റ് സ്പിന്നേഴ്സ് അല്ല. അപ്പോൾ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ശക്തർ നമ്മളാണെങ്കിൽ മറുഭാഗത്തും അതിനേക്കാൾ ശക്തിയുണ്ട്. മാർക്കോ ജാൻസൺ എന്ന ഒരാളാണ് ആദ്യ 3 വിക്കറ്റ് നേടി അഫ്ഗാനെ ഇല്ലാതാക്കിയത്. 58 റൺസിന് അഫ്ഗാൻ പുറത്തായെങ്കിൽ ആ ഒരു തുടക്കം 3 വിക്കറ്റ് അദ്ദേഹത്തിൻ്റെ ഉയരം കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിമനോഹരമായിട്ട് അദ്ദേഹം പന്തെറിഞ്ഞു. പിന്നീട് കാഗിസോ റബാദ എന്ന വളരെ മികച്ച ഒരു പേസ് ബൗളറുണ്ട്, പിച്ചിനെ വളരെ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. ആൻഡ്രിത് നോർജെ, നമ്മൾ IPL അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ധാരാളം റൺസൊക്കെ അദ്ദേഹം വഴങ്ങിയ ആളാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ, വെസ്റ്റ് ഇൻഡീസിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളൊക്കെ മാറി. അദ്ദേഹം മനോഹരമായിട്ട് പന്തെറിയും. 2 നല്ല സ്പിന്നേഴ്സ് ഉണ്ട്, ടബരേസ് ഷംസി ഉണ്ട്. ഷംസി കഴിഞ്ഞ 2 കളികളിൽ 3 വിക്കറ്റ് വീതം നേടിയ ആളാണ് ഷംസി എന്ന ഒരു സ്പിന്നർ. കേശവ് മഹാരാജ് രാജസ്ഥാൻ റോയൽസിലൊക്കെ കളിച്ച ഒരു സ്പിന്നറാണ്. അപ്പോൾ ബൗളിംഗ് ലൈനപ്പ് നോക്കുമ്പോൾ രണ്ടും ഈക്വലാണ്. ഇനി ബാറ്റിങ്ങിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യക്ക് എഡ്ജുള്ളത്. രോഹിത് ശർമ്മ T20 ക്രിക്കറ്റാണ്, എല്ലാ മത്സരത്തിലും കിടിലൻ ഇന്നിങ്സൊന്നും കാഴ്ചവെക്കാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹം ഏകദിന ലോകകപ്പിൽ എന്നതുപോലെ കൂസലില്ലാതെ കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 കളികളിലും നമ്മൾ അതാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് 50 റൺസ് 2ലും നേടാനായിട്ട് പറ്റിയത്. അദ്ദേഹത്തിൻ്റെ ഫോം, വിരാട് കോഹ്ലി ഒരുപക്ഷെ മിസ് ഫോമിലാവാം അല്ലെങ്കിൽ മോശം ഫോമിലാവാം, എങ്കിൽ പോലും അദ്ദേഹത്തെ മാറ്റാനോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയിക്കാനോ കഴിയില്ല. കാരണം അദ്ദേഹം ഫോമിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വലിയ റൺസ് നേടും. പക്ഷേ വെസ്റ്റ് ഇൻഡീസ് ട്രാക്കാണ്, വലിയ റൺസൊന്നും നേടാനായിട്ട് കഴിയില്ല. എങ്കിൽ പോലും നല്ല ഒരു തുടക്കം ഇന്ത്യക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്നവർ, ഋഷഭ് പന്താണെങ്കിൽ, സൂര്യകുമാർ, ഹാർദിക് പാണ്ഡ്യ, എല്ലാവരും, ശിവം ദുബെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാവരും ഫോമിലാണ്. അതുകൊണ്ട് ബാറ്റിങ്ങിൽ എഡ്ജ് ഇന്ത്യക്കുണ്ട്. സൗത്ത് ആഫ്രിക്കൻ ബാറ്റിംഗ് വീക്ക് എന്നല്ല പറയുന്നത്. കിൻഡൻ ഡീകോക്ക് ഉണ്ട്, ഹെൻഡ്രിക്സ്, ഇവരാണ് തുടങ്ങാറുള്ളത്. അതിനുശേഷം ക്യാപ്റ്റൻ മാർക്കൻ ഐദൻറാം വരുന്നുണ്ട്.
പിന്നീട് നമ്മൾ IPL-ലൊക്കെ കണ്ട ഏറ്റവും കൺസിസ്റ്റൻ്റ് ആയി കളിക്കുന്ന ഡേവിഡ് മില്ലർ കളിക്കുന്നുണ്ട്. പന്തിനെ വളരെ അനായാസം ഈ തവണ IPL-ൽ കണ്ട കാഴ്ച ഹൈദരാബാദ് സൺറൈസേഴ്സിന് വേണ്ടി ഹെൻറിച്ച് ക്ലാസൻ നടത്തിയ ഇന്നിങ്സ് ഒന്നും മറക്കാനായിട്ട് കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിന് വെസ്റ്റ് ഇൻഡീസിലേക്ക് വന്നപ്പോൾ അത്തരത്തിലുള്ള സിക്സറുകളോ അതിൽ അനായാസം കളിക്കാനായിട്ട് പറ്റില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ പേടിക്കണം. അങ്ങനെ നമ്മൾ രണ്ട് ബാറ്റിംഗ് ലൈനപ്പിനെയും താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അക്സർ പട്ടേൽ വരെ നീളുന്ന വലിയൊരു ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്കുണ്ടെങ്കിൽ ഹെൻറിച്ച് ക്ലാസൻ കഴിഞ്ഞാൽ ശരിക്കും സൗത്ത് ആഫ്രിക്കയ്ക്ക് മറ്റ് നല്ല ബാറ്റേഴ്സില്ല. അങ്ങനെ നോക്കുമ്പോൾ ബാറ്റിങ്ങിലെ എഡ്ജ് ഇന്ത്യക്കുണ്ട്. ടോസ് ഒന്നും നിർണായക ഘടകമല്ല. അതുകൊണ്ട് ഈ രണ്ട് ടീമുകളെയും ഇതുവരെ താരതമ്യം ചെയ്താലുള്ള ഒരു നേട്ടം ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യക്കുള്ള ഒരു എഡ്ജാണ്. ആ എഡ്ജ് ഫൈനലിലും നമുക്ക് അനുകൂലമായി വന്നാൽ ഷുവർ ഇന്ത്യ വിൽ വിൻ ദ വേൾഡ് കപ്പ്.